പച്ചക്കറി വെച്ചിട്ടുള്ള തോരനുകൾ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തത് പോത്തിറച്ചി വെച്ചിട്ടുള്ളൊരു തോരനാണ്. ഞാൻ മഹിമാസിമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. ഇറച്ചി തോരൻ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇന്ന് ഉപയോഗിക്കുന്നത് പോത്തിറച്ചിയാണ്. പോത്തിറച്ചി ഞാനിവിടെ കുക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ്. മഞ്ഞളും ഉപ്പും ഇട്ട് കുക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ്. നമ്മൾ മെഷർ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 2.5 കപ്പ് ഉണ്ടാവും. അത് എടുത്ത് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്, ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് തേങ്ങ ഒതുക്കി എടുക്കാനായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സി ജാറിലേക്ക് കുറച്ച് വറ്റൽമുളക്, ഒരു 5 വറ്റൽമുളക്, ഒരു 5 കഷ്ണം ചുമന്നുള്ളി, ഒരല്ലി വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇതെല്ലാം കൂടെ ഒന്ന് ഒതുക്കിയെടുക്കുക. ചുമന്നുള്ളി, വറ്റൽമുളക്, ഒരു കഷ്ണം വെളുത്തുള്ളി, ഇതെല്ലാം കൂടെ ആദ്യം ഒന്ന് ഒതുക്കിയെടുക്കാം. തേങ്ങയുടെ ഈ കൂടെ ഇട്ട് അടിക്കുന്നില്ല, അല്ല വല്ലാണ്ട് അരഞ്ഞു പോകും, അതുകൊണ്ടാണ്. ചാച്ചെടുത്തു. ഇനി ഇതിലേക്ക് തേങ്ങ ചേർക്കാം. ഇവിടെ 3/4 കപ്പ് തേങ്ങയാണ്. തേങ്ങയുടെ നടച്ച് ഇതിവിടെ നിന്ന് ചതച്ചെടുക്കാം. പരഞ്ഞു പോകാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ തോരനൊക്കെ ഒതുക്കുന്ന പോലെ ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. മാറ്റി വെക്കാം. അടുത്തായിട്ട് നമുക്കൊരു കടായി ചൂടാക്കാം. ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഉപയോഗിക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി. ആദ്യം കടുക് ഇടാം. 1/2 ടീസ്പൂൺ കടുക്, കുറച്ച് കറിവേപ്പില, ഇതിലേക്ക് 2 മുളകും കൂടെ ചേർക്കാം. ഇതിലേക്ക് ഒരു വലിയ സവോള ചോപ്പ് ചെയ്തത് ഇവിടെ ചേർക്കാം. രണ്ട് പച്ചമുളക്, എരിവ് അധികമില്ലാത്ത പച്ചമുളകാണെങ്കിൽ ഒരു 3-4 ഒക്കെ ഉപയോഗിക്കാം. ഇതിലേക്ക് ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് ഒരു 3 ടീസ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഒരു 2.5 ടീസ്പൂൺ, ഒരു 10 അല്ലി വെളുത്തുള്ളി ചോപ്പ് ചെയ്തതാണ്. അതുകൂടി ഇതിനകത്തേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ ഇറച്ചിത്തോരൻ ആദ്യമായിട്ട് ഞാൻ കഴിക്കുന്നത് ഞങ്ങളുടെ ബോർഡിംഗ് സ്കൂളിൽ നിന്നാണ്. ബോർഡിംഗ് സ്കൂളിലെ ഇറച്ചിത്തോരൻ ഭയങ്കര രുചിയായിരുന്നു. അങ്ങനെയാണ് ഫസ്റ്റ് ഇത് കഴിക്കുന്നത്. ഞാനത് ഉണ്ടാക്കി ട്രൈ ചെയ്തപ്പം ഏകദേശം ഒരു 90% ആ ഒരു രുചി വന്നിട്ടില്ല, എന്നാലും ഒരു 90% ആ സെയിം ടേസ്റ്റ് ആയിട്ടൊക്കെ കിട്ടി. ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾ പൊടിയും മുളക് പൊടിയൊക്കെ ചേർക്കാനായിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു 3/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. അപ്പോൾ പെരിഞ്ജീരകത്തിൻ്റെ ഫ്ലേവർ നന്നായിട്ട് കിട്ടും ഇറച്ചിത്തോരൻ. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് ഇറച്ചി ചേർക്കാം. മസാല മൂത്ത് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇറച്ചി ഒത്തിരി നമ്മൾ മിൻസ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരുപാട് മിൻസ് ആവണ്ട, കുറച്ച് പീസസ് കിടക്കുന്നതാണ് നല്ലത്. 4-5 മിനിറ്റ് ഇതിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നാലഞ്ച് മിനിറ്റ് നമ്മൾ ഇളക്കി നന്നായിട്ട് ഒലത്തിയെടുക്കുക. ഈ ഇറച്ചി നന്നായിട്ടൊന്ന് ഒലത്തി എടുക്കുക. ഇനി തേങ്ങ ഇടാറായി. ഒതുക്കി വെച്ചേക്കുന്ന തേങ്ങ, ഇതിനൊപ്പം കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർക്കും. ഒരു 1/4 ടീസ്പൂൺ കൂടെ ചേർത്തു. ഒന്ന് കവർ ചെയ്ത് വെക്കുക. നല്ലതായിട്ട് ആവി വരുന്ന വരെ ഒന്ന് അടച്ചു വെക്കുക. മീറ്റ് വെച്ച് തന്നെ അടച്ചു വെക്കുക. ഈ ഇറച്ചി വെച്ച് തന്നെ ഇങ്ങനെ കവർ ചെയ്ത് വെക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക.
ഇനി എരിവ് നോക്കിയിട്ട് ആവശ്യത്തിന് പെപ്പറൊക്കെ ചേർക്കാം. ഞാൻ ഗരം മസാല ഇട്ടിട്ടുണ്ടായിരുന്നില്ല, ഗരം മസാലയും കൂടെ ആഡ് ചെയ്യാം. 1/2 ടീസ്പൂൺ ഗരം മസാല. ഗരം മസാലയുടെ റെസിപ്പി നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഇച്ചിരി ഉപ്പ് കുറവ് തോന്നി, അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യുവാണ്. അതേപോലെ തന്നെ കുറച്ച് പെപ്പറും. ഇതൊരു എരിവ് നോക്കിയിട്ടിടുക. ഇറച്ചി തോരൻ റെഡിയാണ്. ഒരു സെർവിങ് ബോളിലേക്ക് മാറ്റാം. നല്ലൊരു മണമാണ്. ഗരം മസാലയുടെയും പെരുംജീരകത്തിൻ്റെയും ഒക്കെ നല്ലൊരു മണം. ഞാൻ പഠിച്ച ബോർഡിംഗ് സ്കൂളിൽ സെർവ് ചെയ്തിരുന്ന ഇറച്ചി തോരൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തത്. അപ്പം ഇത് ചോറിൻ്റെ കൂടെയും അല്ലെങ്കിൽ പുട്ട്, ദോശയ്ക്കകത്ത് വേണമെങ്കിൽ ഫില്ലിംഗ് ആയിട്ട് വെച്ച് വേണമെങ്കിൽ സെർവ് ചെയ്യാം. അങ്ങനെ പല രീതിയിൽ സെർവ് ചെയ്യാം. ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ ചോറിൻ്റെ കൂടെയാണ്. നല്ല മട്ടയരി ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഈ ഒരു റെസിപ്പി നിങ്ങൾ എല്ലാവരും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. നല്ല വീഡിയോസിലൊക്കെ വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺ ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.